നമസ്കാരം. അഞ്ചാലുമൂട് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ അഞ്ചാലുമൂട് ഏരിയയില് കുറച്ച് നൊസ്റ്റാൾജിക് സ്പോട്ടുകൾ ഉണ്ടെന്നുള്ള വിശദമായ ഒരു കണ്ടെത്തലുമായിട്ട് നമ്മൾ നടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയ അഞ്ചാലുമൂട്ടിലെ തിയേറ്റേഴ്സുകളെ പറ്റി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ടാണ്. കൊല്ലം ജില്ലയില് കടവൂർ എന്ന പ്രദേശത്തെ പറ്റി നമ്മൾ അറിയുമ്പോൾ അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ഉണ്ട്. വേറെ ഒന്നുമല്ല, കച്ചിപ്പടം. ഇളം കച്ചി അതിന്റെ നാമ്പുകൾ ചീകിയെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള രേഖാചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കലയാണ് കച്ചിപ്പടം. കച്ചിപ്പടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കടവൂർ സ്വദേശിയായ ശ്രീ കെ വി വിക്ടറാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ പേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വീഡിയോ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതിനോടൊപ്പം പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കയറി അത് കാണാം. കച്ചിപ്പടം ഇന്നും കടവൂരിൽ പഴയ കാലത്തിന്റെ അത്രയും ഇല്ല എങ്കിലും അത് ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. അപ്പോൾ ആ കച്ചിപ്പടത്തെ പറ്റിയും ഇന്നത്തെ കച്ചിപ്പടത്തിന്റെ അവസ്ഥയെ പറ്റിയുമുള്ള ഒരു ചെറിയ നൊസ്റ്റാൾജിക് പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കച്ചിപ്പടം നിർമ്മാണശാലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കച്ചിപ്പടം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിന്റെ ഒരു ചരിത്രവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പറ്റം സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന കടവൂരിലുള്ള ഒരു കച്ചിപ്പട നിർമ്മാണശാലയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി, ഈ വർക്കിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? അത് ആദ്യം മുതൽ ഒരു പിക്ചർ, അതിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയം മുതലുള്ള ഡീറ്റെയിൽസ്. ആദ്യം പോയി കച്ചി എടുക്കും. കച്ചി വയലിൽ പോയി കച്ചി എടുത്തോണ്ട് വന്ന് അതിന്റെ നാമ്പെടുത്ത് അത് പിന്നെ കഴുകി ഉണക്കി ആ നാമ്പ് ഇതാ നാമ്പ്. ഈ നാമ്പെടുത്ത് ഇതുപോലെ കീറിയെടുക്കും. കഴുകി ഉണക്കിയ തടി ഇങ്ങനെ ഈ വെള്ള കച്ചിങ്ങനെ കീറി എടുക്കുന്നത്. മറ്റേ ഇത് നാച്ചുറൽ കളർ തന്നെ. ഈ കളർ നമ്മൾ കളർ അതിന്റെ വെച്ചിരിക്കുന്ന തന്നെ കളർ ആകുന്നതാണ്. ശരി. കച്ചി എടുത്തതിന് ശേഷം നമ്മൾ ഈ നിർമ്മിക്കാൻ പോകുന്ന പടങ്ങളെ പറ്റി എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പം അതിനു വേണ്ടി ഇപ്പൊ ഈ കച്ചി പീസ് ചെയ്തപ്പോ ഇതിനകത്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒട്ടിക്കുന്നതിന്റെ ഈ പേപ്പറിന് എന്താ പറയാ, എന്താ പേര്? ഇത് ബോർഡിനകത്ത് ഇങ്ങനെ ബോർഡിനകത്ത് ഈ ബോർഡിനകത്ത് തുണി ഒട്ടിച്ചെടുക്കും. ഇത് പല ഐറ്റം ഉണ്ട്. പല ഐറ്റം ഉണ്ട്. ഇത് ഏറ്റവും വലുത്, ഇതിന്റെ ചെറുത് 24 പറയും. അതിന്റെ 4 വെക്ക് 12 കെട്ട്, അങ്ങനെ പല ഐറ്റം. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഒരു പിക്ചർ നമ്മളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യം ഇതിനകത്ത് എന്തെങ്കിലും വരച്ചെങ്ങാണം അങ്ങനെ പിക്ചറായിട്ട് വരച്ച് അത് വരയ്ക്കുന്നത് ആ ചേച്ചിയാണ് വരയ്ക്കുന്നത്. അപ്പൊ ആ ചേച്ചി വരച്ചതിന് ശേഷം അടുത്ത ആളിലേക്ക് കൈമാറും ഇല്ലേ? ശരി ശരി. സ്കെച്ച് ഇടും. അപ്പൊ ഇത് നമ്മള് ഞാനും പണ്ട് മുതലേ കാണുന്ന ഒരു കച്ചിപ്പടത്തില് നമ്മൾ മിക്കപ്പോഴും കാണുന്ന എപ്പോഴും ഇതേപോലുള്ള നദി അല്ലെ, വീട്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലോ. പിന്നെ കൂടുതൽ നമ്മുടെ കായൽ പ്രദേശം ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കായലിനെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതല്ലാതെയുള്ള വേറെ ഇത് ഇപ്പം ഫിഗർ ചെയ്യാറുണ്ട്. അങ്ങനെ അത് കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കച്ചി കൊണ്ട്, ഈ നാമ്പുകൾ കൊണ്ട് ഇങ്ങനെയുള്ള വർക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റംസ് അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്തു കൊടുക്കും. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ സൈസുകൾ നേരത്തെ പറഞ്ഞില്ലേ? അപ്പം ഏറ്റവും ചെറിയ സൈസ് മുതൽ അങ്ങനെ വലിയ വലിയ സൈസിലോട്ട് പോകുന്നുണ്ട്. 6x4 വളരെ ചെറിയ സൈസ് അല്ലേ? തുണി ഒട്ടിക്കും. പിന്നെ ഇത് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി നമ്മൾ ഫ്രെയിം വർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുവാണോ? അതല്ലാതെ അതിനുശേഷം നമ്മള് ഫ്രെയിം ചെയ്യുന്ന, നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്യുന്നില്ല, ഫ്രെയിം ചെയ്യാൻ പുറത്ത് ചെയ്യിച്ചെടുക്കും.
പിന്നെ ഇതിനകത്ത് ഈ വരയ്ക്കുന്ന കാര്യങ്ങളിലെ ഇപ്പം റഫായിട്ട് ഇങ്ങനെ വരച്ചു പോവുകയാണോ ചെയ്യുന്നത്? ആ ആ ആ അതെന്താണ് വള്ളോ? ഇത് ചേച്ചി ഇപ്പൊ ഒരു പടം ഇങ്ങനെ വരച്ചു വെക്കുന്നു, ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ വരച്ചു ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കുവോ ഇന്ന ഇന്ന സാധനങ്ങളാ ചെയ്യേണ്ടതെന്ന്? എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അപ്പൊ ഒരു മലയുടെ ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന്, ഇപ്പൊ ഒരു തെങ്ങാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഉണ്ട്. ഐഡിയ മാത്രം മതി. ശരി ശരി. ഇപ്പൊ ഇതേപോലെ ഇത് ചെയ്തതിന് ശേഷം ഇപ്പം ചെയ്ത് ഇനിയിപ്പം വരച്ചു കഴിഞ്ഞാൽ അടുത്ത അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ഡെസ്കിലേക്ക് പോകുന്നത് ഏതായിരിക്കും? ഇത് ഒട്ടിക്കാനായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും അല്ലേ? പേപ്പർ ഒട്ടിക്കും. അത്രേ ഉള്ളു. ഇപ്പൊ ഈ ജോലി സംബന്ധമായിട്ട് എത്ര വർഷമായിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ, 40 വർഷത്തിന് മുകളിലായി അല്ലേ? നിങ്ങൾക്ക് ഇതിപ്പോ പഠിക്കാനായിട്ട് എന്തെങ്കിലും വന്ന ഏതെങ്കിലും കോഴ്സുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിലോ അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു മറ്റേ KV വിക്രം എന്ന് പറയുന്ന ഇല്ലേ, അദ്ദേഹത്തിന്റെ ഫൈൻ ആർട്സിലാണ് ഇല്ലേ? ഫൈൻ ആർട്സിലാണ്. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് ആണ് നിങ്ങളെല്ലാവരും ഇല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ ഇതേപോലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മളുടെ ഈ നാട്ടിൽ മാത്രമാണോ ഇപ്പം ഈ വിൽപ്പനയ്ക്കായിട്ട് പോകുന്നത്? ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അത് അല്ല, നമ്മളിപ്പോ ചെയ്യുന്നത് ഇവിടെ അല്ല, നമ്മളിപ്പം വിൽക്കുന്ന ഒരു ഇതിലോട്ട് വരുമല്ലോ, അവിടെ കൊണ്ടു കൊടുക്കുക, അവിടുന്ന് വന്ന് അവര് വാങ്ങിച്ചോണ്ടു അല്ലേ? അപ്പൊ അത് നേരത്തെ ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ വർക്കുകളാണ് ഇനിയിപ്പോ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അങ്ങനെ ഡയറക്റ്റ് ഇപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ലേ? ഇവിടുന്ന് പറ്റത്തില്ല, ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇത് ഡിസൈൻ ചെയ്ത് അവര് വർക്ക് കംപ്ലീറ്റ് ആക്കിയ പിക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു പോലും ഒരുപാട് ആവശ്യക്കാർ ഉണ്ടായിരുന്ന ഒരു വർക്കാണ് കച്ചിപ്പടം എന്നത്. ഒട്ടനവധി ആളുകൾ വളരെ വലിയ വില കൊടുത്തു പോലും വെളി രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ നാട്ടില് ഈ ഐറ്റംസിനായിട്ട് ക്യാഷ് ചെലവാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ഇതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. ഇതിനകത്തൊരു മെയിൻ കണ്ടന്റ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പശ അല്ലേ? ഈ പശ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പശയാണോ അതോ ഓന്ത് പശ? അത് എങ്ങനെയാ വെളിയിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് കിട്ടുന്നതാണ് അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഈ ഒട്ടിക്കുന്ന ഈ പശയ്ക്കൊക്കെ ഇപ്പൊ ഇതിന്റെ ഒരു പിക്ചർ നമ്മളെ എത്ര നാളത്തേക്ക് നമുക്ക് കേടുകൂടാതെ ഇരിക്കും എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് വല്ലതും ഉണ്ടോ? വർഷങ്ങളോളം ഇരിക്കും. ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. അല്ല, ഇതിനകത്ത് ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും അത് ഡാമേജ് ആവാൻ സാധ്യത? തണുപ്പടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വെള്ളം വീഴാൻ പാടില്ല ഇല്ലേ? പിന്നെ ഈ ചെതലും മറ്റു കാര്യങ്ങളും കയറുന്നത് ആ ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നീണ്ട കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ ഇവിടെ വിവരിച്ചു വന്നത് കച്ചിപ്പടം എന്ന ആ കലാവിദ്യയെ പറ്റിയാണ്. ഈ കലാവിദ്യ കൊണ്ട് ഏകദേശം 40-45 വർഷത്തോളമായിട്ട് ഉപജീവനം കഴിച്ചു വരുന്ന തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഈ പ്രദേശം കച്ചിപ്പടം എന്ന പേരിൽ തന്നെ പ്രസിദ്ധമാണ്. നമ്മുടെ നാടിന്റെ നൊസ്റ്റാൾജിക് പോയിന്റ്സുകളിൽ മറ്റൊരു പോയിന്റാണ് കച്ചിപ്പടവും. ഈ കച്ചിപ്പടത്തെ പറ്റി നിങ്ങളുടെ അറിവും നിങ്ങളുടെ എക്സ്പീരിയൻസുകളും തീർച്ചയായും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ഈ കലാവിദ്യ മറ്റുള്ള ഇടങ്ങളിലേക്ക് എത്തുവാൻ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.